നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ആരോഗ്യ ഭാരതത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സമകാലീന സമൂഹത്തിൽ കുട്ടികൾക്കിടയിൽ കുറ്റവാസനകളും ആത്മഹത്യാ പ്രവണതയും ലഹരി വസ്തുക്കളോടുള്ള ആസക്തിയും ഇന്ന് വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ വർത്തമാന കാലഘട്ടത്തിൽ ജീവിത നിപുണത വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്, പ്രസക്തിയുണ്ട്. നാം ഇന്ന് ആരോഗ്യ ഭാരതത്തിൽ ചർച്ച ചെയ്യുന്നതും ഈ വിഷയമാണ്. വിഷയം ഇതാണ്: ജീവിത നിപുണത വിദ്യാഭ്യാസം. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നവർ ഡോക്ടർ എസ് കൃഷ്ണൻ, അസോസിയേറ്റ് പ്രൊഫസർ, സൈക്യാട്രി, മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം; ഡോക്ടർ അരുൺ ബി നായർ, അസിസ്റ്റന്റ് പ്രൊഫസർ, സൈക്യാട്രി, മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം; ഫാദർ ഡോക്ടർ തോമസ് കുടിനാപ്പുറത്ത്, ജുഡീഷ്യൽ വികാർ, തിരുവനന്തപുരം. സ്വാഗതം ചെയ്യുന്നു ആദരണീയരായ അതിഥികളെ ആദരപൂർവ്വം ആരോഗ്യഭാരതത്തിലേക്ക്. നമസ്കാരം സർ. സർ, നാം ഇന്ന് ആരോഗ്യഭാരതത്തിൽ ചർച്ച ചെയ്യുന്നത് ജീവിത നിപുണത വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രസക്തിയെക്കുറിച്ചുമാണ്. ഞാൻ ആദ്യമായി അരുൺ സാറിനോട് ചോദിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് ദൃശ്യമാധ്യമങ്ങളിൽ അല്ലെങ്കിൽ സമകാലീന സമൂഹത്തിൽ കുട്ടികൾക്കിടയിലുള്ള അക്രമവാസനകളെക്കുറിച്ചും ആത്മഹത്യാ പ്രവണതയെക്കുറിച്ചുമൊക്കെയുള്ള വാർത്തകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ജീവിത നിപുണത വിദ്യാഭ്യാസം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നു സർ. താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ 3 തരത്തിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഇന്ന് കൗമാരക്കാരുടെ ഇടയിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്നത്. 1, ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം; 2, അക്രമവാസനകളും ആത്മഹത്യാ പ്രവണതകളടക്കമുള്ള സ്വയം നശീകരണ ശീലങ്ങളും; 3-ാമത്തേത് ലൈംഗിക സംബന്ധമായിട്ടുള്ള പരീക്ഷണങ്ങൾ, അനാരോഗ്യകരമായ പരീക്ഷണങ്ങളാണ്. അപ്പോൾ ഈ 3 സംഗതികളുടെയും അടിസ്ഥാന കാരണങ്ങൾ നമ്മൾ വിലയിരുത്തിയാൽ മനസ്സിലാക്കാൻ കഴിയും, ചില സാഹചര്യങ്ങൾ തരണം ചെയ്യാൻ, ബുദ്ധിപരമായിട്ട് തരണം ചെയ്യാനുള്ള ഒരു കഴിവില്ലായ്മയാണ് പലപ്പോഴും കുട്ടികളെ ഈ 3 പ്രശ്നങ്ങളിലും കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ജീവിത നിപുണതകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതും ഇതുതന്നെയാണ്. പുതുമയുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ പ്രയാസമേറിയ ഒരു ഘട്ടം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ ഘട്ടം ഫലപ്രദമായി തരണം ചെയ്യാൻ ഒരു വ്യക്തി ആർജിച്ചിരിക്കേണ്ട കഴിവുകളെയാണ് ജീവിത നിപുണതകൾ അഥവാ ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ജീവിത നിപുണത വിദ്യാഭ്യാസം അഥവാ ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് യുണിസെഫ് മുന്നോട്ട് വെച്ച ആശയമാണ്. ലോകാരോഗ്യ സംഘടന അടക്കം അത് നിർബന്ധിതമായി എല്ലാ കൗമാരപ്രായക്കാർക്കും ലഭിച്ചിരിക്കണം എന്നിങ്ങനെ നിർബന്ധിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കൗമാരപ്രായം എന്നാൽ ഉദ്ദേശിക്കുന്നത് 10 വയസ്സ് തൊട്ട് 19 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ്. ഒരുപാട് പുതുമകൾ, ഒരുപാട് പുതിയ പുതിയ സാഹചര്യങ്ങൾ, അനുഭവങ്ങൾ, പ്രയാസമേറിയ ഘട്ടങ്ങളിലൂടെയൊക്കെയാണ് ഈ കൗമാരപ്രായത്തിലൊരു വ്യക്തി കടന്നു പോകുന്നത്. ഒരു കൗമാരപ്രായത്തിലുണ്ടാകുന്ന പ്രയാസമേറിയ അനുഭവങ്ങളെ തരണം ചെയ്യാൻ 10 വ്യത്യസ്തമായിട്ടുള്ള ജീവിത നിപുണതകളാണ് ഒരു വ്യക്തി ആർജിച്ചിരിക്കേണ്ടത്. അപ്പോൾ ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വെക്കുന്ന ഈ 10 ജീവിത നിപുണതകൾ ഇവയൊക്കെയാണ്. 1-ാമത്തേത് സ്വാവബോധം അഥവാ സെൽഫ് അവെയർനെസ്. അവനവൻ്റെ കഴിവുകൾ, കഴിവുകേടുകൾ, ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടാക്കുക. കഴിവുകൾ പരമാവധി ഉപയോഗപ്പെടുത്തി ജീവിതത്തിൽ മുന്നോട്ട് വരാൻ ശ്രമിക്കുക. കഴിവുകേടുകൾ ജീവിതത്തിൻ്റെ സുഗമമായ പ്രയാണത്തെ തടസ്സപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധ വയ്ക്കുക. ഇതാണ് സ്വാവബോധം. 2-ാമത്തേത് ആശയവിനിമയശേഷി അഥവാ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. മനസ്സിലുള്ള ആശയങ്ങൾ വളരെ വ്യക്തമായി മറ്റൊരാളുടെ മുൻപിൽ അവതരിപ്പിക്കുക. നല്ലൊരു ശ്രോതാവായിരുന്ന് മറ്റുള്ളവർ പറയാനുള്ളത് കേൾക്കുക. ആ കേട്ട കാര്യങ്ങൾക്ക് ഉചിതമായ പ്രതികരണം നൽകുക. ഇതൊക്കെ ആശയവിനിമയത്തിൽ വരുന്നുണ്ട്. 3-ാമത്തെ ജീവിത നിപുണതയാണ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് സ്കിൽ, വ്യക്തിയാന്തര ബന്ധ വികസനശേഷി. ഓരോ പ്രായത്തിലും ആരോഗ്യകരമായ ബന്ധങ്ങൾ, സൗഹൃദങ്ങളുണ്ട്, മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്, അധ്യാപകരുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. ആരോഗ്യകരമായ ബന്ധങ്ങളുടെ അതിർവരമ്പ് എവിടെയാണ്? എങ്ങനെയാണ് മികച്ച സൗഹൃദങ്ങൾ വികസിപ്പിച്ചെടുക്കുക? സൗഹൃദങ്ങൾ വഴിതെറ്റാതെ എങ്ങനെയാണ് ശ്രദ്ധിക്കുക? അതൊക്കെയാണ് ഇതിൽ വരുന്നത്. 4-ാമത്തേത് പ്രശ്നപരിഹാര ശേഷി. സങ്കീർണമായൊരു ബുദ്ധിമുട്ടിൽ പെടുമ്പോൾ അത് മറികടക്കാൻ എന്തൊക്കെ ചിന്തിക്കണം, എന്തൊക്കെ ചെയ്യണം. തീരുമാനമെടുക്കൽ ശേഷി അഥവാ ഡിസിഷൻ മേക്കിംഗ് ആണ് 5-ാമത്തേത്. ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നേക്കാം. ഉന്നത വിദ്യാഭ്യാസത്തെപ്പറ്റി, ജീവിതമാർഗത്തെപ്പറ്റി, ചെയ്യേണ്ട ജോലിയെപ്പറ്റി, ജീവിത പങ്കാളിയെപ്പറ്റി, ഇതൊക്കെ തീരുമാനിക്കാനുള്ള ഒരു കഴിവ്, ഉചിതമായിട്ട് തീരുമാനിക്കാനുള്ള ഒരു കഴിവാണ് ഡിസിഷൻ മേക്കിംഗ്. 6-ാമത്തേത് എമ്പതി അഥവാ അനുതാപം. മറ്റൊരാൾക്കൊരു പ്രയാസമുണ്ടാകുമ്പോൾ അയാളുടെ സ്ഥാനത്ത് സ്വയം സങ്കല്പിച്ച് അയാൾ അനുഭവിക്കുന്ന വികാരങ്ങളൊക്കെ ഉൾക്കൊണ്ട് അതിനനുസൃതമായി പ്രതികരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഉദ്ദേശിക്കുന്നത് സമ്മർദ്ദ നിയന്ത്രണ ശേഷിയാണ്. ജീവിതത്തിൽ കടന്നു വരുന്ന പലതരം സമ്മർദ്ദങ്ങളുണ്ട്, സ്ട്രെസ്സ്. ഇതിനെ എങ്ങനെ ഫലപ്രദമായി മറികടക്കാം, സമ്മർദ്ദങ്ങളുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെടാം. വികാര നിയന്ത്രണ ശേഷിയാണ് അടുത്തത്. ഒരുപാട് ശക്തമായ വികാരങ്ങൾ കൗമാരത്തിലുണ്ടാകും. അതിൽ സ്നേഹമുണ്ടാകാം, നിരാശയുണ്ടാകാം, പ്രണയമുണ്ടാകാം, പലതരം കാര്യങ്ങൾ. ഇതിനെയൊക്കെ എങ്ങനെയാണ് ഫലപ്രദമായി നിയന്ത്രിച്ച് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർഗാത്മക ചിന്തയാണ് 9-ാമത്തെ ജീവിത നിപുണത.
ജീവിതത്തിൽ ഇതുവരെയുള്ള അനുഭവങ്ങൾ തികയാതെ വരും ചില സന്ദർഭങ്ങളിലെങ്കിലും മറികടക്കാൻ. അന്നേരം വളരെ വ്യത്യസ്തമായിട്ട് വളരെ ക്രിയാത്മകമായി ചിന്തിക്കേണ്ടി വരും. അതാണ് സർഗാത്മക ചിന്ത. 10ാമത്തെ ജീവിത നിപുണതയാണ് ഗുണദോഷ യുക്തി വിചാരം അഥവാ ക്രിട്ടിക്കൽ തിങ്കിങ്. കാണുന്നതും കേൾക്കുന്നതുമെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങുന്നതിന് പകരം ഓരോന്നിൻ്റെയും ഗുണദോഷ വശങ്ങൾ വിശകലനം ചെയ്ത് തള്ളേണ്ടത് തള്ളുകയും കൊള്ളേണ്ടത് കൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 10 സംഗതികളാണ് ജീവിത നിപുണതകൾ. ഇതെല്ലാം കൃത്യമായി പരിശീലിച്ചാൽ ജീവിതത്തിൽ പ്രയാസമുള്ള ഘട്ടങ്ങളെ അനായാസം തരണം ചെയ്യാൻ കഴിയുമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ സങ്കല്പം. സർ, ഞാൻ അരുൺ സാർ പറഞ്ഞതുമായി ബന്ധപ്പെടുത്തി കൃഷ്ണൻ സാറിനോട് ചോദിക്കുകയാണ്. സർ, ഇപ്പോൾ ഈ പറഞ്ഞ ജീവിത നിപുണതകളെല്ലാം തന്നെ ഒരു വ്യക്തി തൻ്റെ സ്വഭാവത്തിൽ ആർജിച്ചെടുക്കേണ്ടതാണ്. ഇത്തരത്തിൽ ജീവിത നിപുണതാ വിദ്യാഭ്യാസത്തിൻ്റെ പരിശീലനം കൊണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുന്നു? തീർച്ചയായും. നമ്മളൊന്ന് ആലോചിച്ചാൽ ഇന്നത്തെ കുട്ടികൾക്ക് ഒരുപാട് വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്, അറിവ് കിട്ടുന്നുണ്ട്, സാങ്കേതികമായി ഒരുപാട് നോളജും ടെക്നിക്സും അവർ അറിയുന്നുണ്ട്. പക്ഷേ അരുൺ സാർ പറഞ്ഞതുപോലെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ അവർക്കറിയില്ല എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. സ്വന്തം കഴിവുകളെക്കുറിച്ചും കഴിവുകേടുകളെക്കുറിച്ചും തിരിച്ചറിവ്, മറ്റുള്ളവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാനുള്ള കഴിവ്, വ്യക്തിബന്ധങ്ങൾ സ്ഥാപിക്കാനും അവ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള കഴിവുകേട്, മാത്രവുമല്ല ക്രിയാത്മകമായി കാര്യങ്ങൾ കൊണ്ടുവരാൻ, കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ള കഴിവില്ലായ്മ. ക്രിയാത്മകമായി കാര്യങ്ങൾ പകർത്തുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റായ ചില കാര്യങ്ങൾ കൂടുതൽ നന്നായി അവർ പകർത്തുകയും ചെയ്യും. സമൂഹത്തിലൊരു ആത്മഹത്യ നടക്കുന്നു, കുട്ടികൾ അതിവേഗം അവർ കണ്ടുപിടിക്കുന്നത് ജീവിതത്തിലൊരു പ്രയാസം വന്നു കഴിഞ്ഞാൽ ആദ്യം ചിന്തിക്കേണ്ടത് ആത്മഹത്യയെ പറ്റിയാണെന്നാണ്. ഇതുപോലെ തന്നെ വിമർശനാത്മക ചിന്ത, ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ വീട്ടിൽ പോയി കരയുക, ബഹളമുണ്ടാക്കുക എന്ന് തുടങ്ങിയ കാര്യങ്ങൾ. മാത്രവുമല്ല പ്രയാസം വന്നു കഴിഞ്ഞാൽ ആത്മഹത്യ. വീട്ടിൽ വേറൊരാൾ ബൈക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കും അതുപോലത്തെ ഒരു ബൈക്ക് വാങ്ങിക്കണമെന്ന ചിന്ത വീട്ടിൽ വന്ന് ഒരുപാട് പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. ഇതുപോലെ തന്നെ മാനസികമായ സമ്മർദ്ദം, വിഷാദാവസ്ഥ, ആകാംക്ഷ തുടങ്ങിയ അവസ്ഥകളൊക്കെ നേരിടാനുള്ള ബുദ്ധിമുട്ട്, വികാരങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവില്ലായ്മ, ഇതെല്ലാം കുട്ടികൾക്കുണ്ടാവുന്നുണ്ട്. ഇതെല്ലാം നേരെയാക്കാൻ വേണ്ടി ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെയുള്ള 10 ജീവിത നിപുണതകളും അതുകൂടാതെ ഇത് കുറച്ചുകൂടെ പൊതുവാക്കിയിട്ട് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള, ഉദാഹരണം മദ്യം ഉപയോഗിക്കുന്ന ഒരു കുട്ടിക്ക്, അമിതമായി ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന കുട്ടിക്ക് നൽകേണ്ട നിപുണതകൾ, ഈ 10 നിപുണതകളും തന്നെ കുറച്ചുകൂടി നന്നായിട്ട് വികസിപ്പിച്ച് നമുക്ക് പ്രശ്നാധിഷ്ഠിതമായിട്ട്, അതുപോലെ ഏരിയ സ്പെസിഫിക് സ്കിൽസ്, ഉദാഹരണമായി പഠിക്കുവാനുള്ള കഴിവ്. പഠിക്കുന്ന അച്ഛനും അമ്മയും ടീച്ചർമാരും എല്ലാം പറയും, പക്ഷേ എങ്ങനെ പഠിക്കണം എന്നുള്ള വിദ്യാഭ്യാസം പലപ്പോഴും കുട്ടികൾക്ക് കിട്ടുന്നില്ല. ഇതെല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ നല്ലൊരു സമൂഹത്തിലേക്ക് ശാരീരികവും മാനസികവും സാമൂഹ്യപരവുമായിട്ടുള്ള ആരോഗ്യമുള്ള വ്യക്തികളായി നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. സർ, ഞാൻ അതുമായി ബന്ധപ്പെടുത്തി ഫാദറിനോട് ചോദിക്കുകയാണ്. ഫാദർ കുട്ടികൾക്കിടയിലുള്ള അതിക്രമങ്ങൾക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്കറിയാം, കുട്ടിയുടെ ജീവിതം സമൂഹവുമായി റിലേറ്റ് ചെയ്യപ്പെട്ടാണ് മുന്നോട്ട് പോകുന്നത്. കുട്ടി പലതും സമൂഹത്തിൽ നിന്ന് പഠിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കുട്ടികൾ പ്രകടമാക്കുന്ന കുറ്റവാസനയെ ഒരു പരിധിവരെയെങ്കിലും നിയന്ത്രിക്കുവാൻ സമൂഹത്തിന് എങ്ങനെ സാധിക്കും ഫാദർ? ചോദിച്ചതുപോലെ കുറ്റവാസനയെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സുപ്രധാന കാരണമെന്ന് പറയുന്നത് വ്യക്തിപരമായ കാരണങ്ങളെക്കാൾ ഉപരിയായിട്ട് കുട്ടികളിലെ കുറ്റവാസനയുടെ നല്ലൊരു തോതും സംഭവിക്കുന്നത് സാമൂഹികമായ ചില ഘടകങ്ങൾ കൊണ്ടാണ്. അത് സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില പ്രത്യേക സാഹചര്യങ്ങൾ, അതോടൊപ്പം തന്നെ കുടുംബങ്ങളിൽ കണ്ടുവരുന്ന ചില അനാശാസ്യമായ പ്രവണതകൾ, ഇവയൊക്കെ കുട്ടികളിലെ കുറ്റവാസനയെ വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കേണ്ടി വരുന്നു. ആനുകാലിക സംഭവങ്ങളെ വിശദീകരിക്കുമ്പോൾ അതിൻ്റെ കാരണങ്ങളെപ്പറ്റി നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, അവയൊക്കെ സംഭവിക്കുന്നത് ശിഥിലമായ കുടുംബ ബന്ധങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അടുത്തിടെ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ വളരെ ശക്തമായ രീതിയിൽ വിശദീകരിക്കപ്പെടുകയുണ്ടായി നമ്മുടെ ചില വിദേശ രാജ്യങ്ങളിൽ സംഭവിക്കുന്ന കുട്ടികൾക്കിടയിൽ കണ്ടുവരുന്ന ചില ക്രൂരമായ പ്രവണതകൾ. സ്കൂളുകളിലേക്ക് കടന്നു ചെല്ലുകയും തോക്കെടുത്ത് നിറയൊഴിച്ച് അവരെ
നിഷ്കളങ്കരായ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഒക്കെ നിഷ്ഠൂരമായി കൊല ചെയ്യുകയും ചെയ്യുന്ന പ്രവണതകൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇവരുടെയൊക്കെ ജീവിത പശ്ചാത്തലം ഒന്ന് പരിശോധിക്കുമ്പോൾ തകർന്ന കുടുംബ ബന്ധങ്ങളുടെ ഒരു വലിയ നീണ്ട കഥ തന്നെ അവർക്ക് പറയുവാനുണ്ടാകും. ഇത്തരം പ്രവണതകളെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ സാമൂഹിക മൂല്യങ്ങൾ നമ്മുടെ സമൂഹങ്ങളിൽ തളിരിട്ട് വളരുകയും അതിന് തക്കതായ പരിശീലനം നമ്മുടെ കലാലയങ്ങളിൽ നൽകപ്പെടുകയും വേണം. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികളുടെ ഇത്തരത്തിലുള്ള പ്രവണതകളെ ശക്തമായി നിയന്ത്രിക്കുന്നതിനും അവരെ അതിൽ നിന്നും തിരിച്ചുവിട്ട് പരിശീലനം നൽകുന്നതിനുമായിട്ടുള്ള പല സംവിധാനങ്ങളും നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലവിലുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്ന് പറയുന്ന നിയമ സംവിധാനം. ഇതിലൂടെ കുട്ടികൾക്ക് അർഹമായ അവകാശങ്ങൾ നൽകുന്നതിനും ശിക്ഷിക്കപ്പെടുന്ന ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകരമായ പ്രവണതകളിൽ ഉൾപ്പെടുന്ന കുട്ടികളെ പുനരധിവസിപ്പിക്കുന്നതിനും ആവശ്യമായ നടപടികൾ കൈക്കൊണ്ടുവരുന്നു. ഇവിടെ ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രധാനമായിട്ടും നിഷ്കർഷിക്കുന്ന ഒരു കാര്യം കുട്ടികളെ ശിക്ഷിക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ സ്വഭാവ രൂപവൽക്കരണത്തിനും അവരുടെ മനപരിവർത്തനത്തിനും കാരണമായ സംഗതികളെ ഊന്നി പറയുകയാണ് ഈ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അത് പ്രത്യേകം അനുശാസിക്കുന്നുണ്ട്. ഇത്തരം കൗമാരക്കാരോ ബാലദിശയിലുള്ള കുട്ടികളെയോ ഒരു കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട് പിടിക്കുകയാണെങ്കിൽ അവരുടെ പേരോ മറ്റ് വിവരങ്ങളോ യാതൊരു വിധത്തിലും പ്രസിദ്ധപ്പെടുത്തുവാനായി പാടില്ല എന്ന് കർശനമായി നിഷ്കർഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരെ വിചാരണ ചെയ്യുന്നതിന് പ്രത്യേകമായ കോടതികൾ ജുവനൈൽ ജസ്റ്റിസ് കോർട്ട് തന്നെ ഉണ്ടാകണം എന്ന് നിഷ്കർഷിക്കുന്നുണ്ട്. ഈ വിചാരണ സമയത്ത് മറ്റ് മാധ്യമ പ്രതിനിധികൾക്കോ പുറമേ നിന്നുള്ള ആളുകൾക്കോ ഇതിൽ പ്രവേശനമില്ല എന്നും വളരെ ശക്തമായിട്ട് നിഷ്കർഷിക്കുന്നുണ്ട്. ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നല്ല ഭാസുരമായ ഭാവിയിലേക്ക് അവരെ കൈപിടിച്ചുയർത്തുന്നതിനാണ് നമ്മുടെ രാജ്യം ലക്ഷ്യം വയ്ക്കുന്നതെന്നാണ്. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം പറയേണ്ടത് നമ്മുടെ മൂല്യാധിഷ്ഠിതമായ ഒരു കുടുംബജീവിതം നമ്മുടെ നാട്ടിൽ വളരെ ആവശ്യമായിരിക്കുന്നു എന്ന വസ്തുതയിലേക്കാണ് ഈ സത്യങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത്. കുട്ടികളിൽ അവരുടെ ബാല്യദശ കഴിഞ്ഞ് കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ മാതാപിതാക്കൾക്ക് തോന്നും ഒരുപക്ഷെ കുട്ടികൾ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല എന്ന്. പക്ഷേ നിശബ്ദമായി അവർ സാഗൂതം വീക്ഷിക്കുന്നുണ്ട് മാതാപിതാക്കളുടെ ജീവിതശൈലിയും അവരുടെ പ്രവർത്തന രീതികളുമൊക്കെ. അപ്പോൾ മൂല്യങ്ങൾ കുട്ടികളിലേക്ക് കൈമാറുന്നതിൽ അത് പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ല, ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ അവർക്ക് കണ്ടുപഠിക്കാൻ അവസരങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെ കുട്ടികളിലേക്ക് ഈ മൂല്യങ്ങൾ സംവേദനം ചെയ്യുവാനായിട്ട് സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരത്തിലുള്ളൊരു സംവിധാനം നമ്മുടെ ഇടയിൽ സൃഷ്ടിക്കപ്പെടുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളിൽ നിന്നും വളരെ മെച്ചപ്പെട്ട നല്ലൊരു ഭാവിയിലേക്ക് നമ്മുടെ കുട്ടികളെ കൈപിടിച്ചുയർത്താനായിട്ട് സാധിക്കും. ആരോഗ്യഭാരതത്തിൽ ഇനിയൊരു ഇടവേള. ഞാൻ അരുൺ സാറിനോട് ചോദിക്കുകയാണ്, നമ്മൾ ഇടവേളയ്ക്ക് മുമ്പ് കുട്ടി ആർജിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ സ്വായത്തമാക്കേണ്ട ജീവിത നിപുണതകളെക്കുറിച്ച് പറയുകയുണ്ടായി. 10 നിപുണതകളെക്കുറിച്ച് അങ്ങ് സമഗ്രമായി പരാമർശിക്കുകയുണ്ടായി. ഈ നിപുണതകൾ, ജീവിത നിപുണതകൾ എങ്ങനെയാണ് പരിശീലിപ്പിക്കേണ്ടത് എന്നത് വിശദമാക്കാമോ സാർ? വളരെ പ്രസക്തമായ ചോദ്യം. ഞാനിവിടെ കുറച്ചു മുൻപേ വർണ്ണിച്ചതുപോലെ ഈ നിർവചനങ്ങൾ പോയി കൗമാരക്കാരായ ഒരു കുട്ടികളുടെ സദസ്സിൻ്റെ മുമ്പിൽ പറഞ്ഞാൽ എങ്ങനെയിരിക്കും എന്ന് നമുക്കറിയാം. അവരത് സഹിച്ചു എന്ന് വരില്ല. സ്വാഭാവികമായിട്ടും മാതാപിതാക്കളും രക്ഷിതാക്കളും എല്ലാം കുട്ടികളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ ഉപദേശിക്കുക എന്നുള്ളൊരു കാര്യമാണ്. കൗമാരപ്രായത്തിൽ നമുക്കെല്ലാം ഉൾപ്പെടെ എല്ലാ ആളുകൾക്കും ഏറ്റവും അനിഷ്ടം തോന്നുന്ന, ഒട്ടും താല്പര്യമില്ലാത്തൊരു പ്രക്രിയയാണ് ഈ ഉപദേശം കേൾക്കുക എന്നുള്ളത്. അപ്പോൾ ഉപദേശ രൂപത്തിലുള്ള ഒരു ക്ലാസ് വഴി കുട്ടികളുടെ സ്വഭാവത്തിൽ പരിവർത്തനം വരുത്താൻ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. പകരം മറ്റെന്ത് മാർഗത്തിലൂടെയാണ് ഈ ആശയങ്ങൾ അവരിലേക്ക് എത്തിക്കാൻ കഴിയുക? ഈ ഒരു അന്വേഷണത്തിൽ നിന്നാണ് പാർട്ടിസിപ്പേറ്ററി മോഡൽ ഓഫ് എഡ്യൂക്കേഷൻ, പങ്കാളിത്ത രൂപത്തിലുള്ള ഒരു പരിശീലന പദ്ധതി എന്നുള്ള ഒരു ആശയത്തിലേക്ക് ലോകാരോഗ്യ സംഘടനയടക്കം എത്തുന്നത്. ഈ ജീവിത നിപുണതാ വിദ്യാഭ്യാസം എപ്പോഴും ഒരു കുട്ടികളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളിലൂടെ, ആക്ടിവിറ്റീസിലൂടെയാണ് പരിശീലിപ്പിക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് പല മാതൃകകളുണ്ട് ഇത് പരിശീലിപ്പിക്കാൻ. ഒന്ന്, ഒരു സാഹചര്യം എടുക്കാം. കുറേയധികം സുഹൃത്തുക്കൾ ചേർന്ന് മദ്യപിക്കാൻ താല്പര്യമില്ലാത്തൊരു കൗമാരപ്രായക്കാരനെ മദ്യപിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നു.
നമുക്കറിയാം പല കൗമാരക്കാരും ആദ്യമായി മദ്യം രുചിക്കുന്നത് ഈ സമപ്രായക്കാരുടെ സമ്മർദ്ദം മൂലമാണ്. എങ്ങനെയാണ് ഈ സമപ്രായക്കാരുടെ സമ്മർദ്ദത്തെ അതിജീവിക്കുക? പലതരത്തിൽ ഇതിനോട് പ്രതികരിക്കുന്ന കുട്ടികളുണ്ട്. ചില കുട്ടികളുണ്ട് ആദ്യം ദുർബലമായൊരു പ്രതിഷേധം ഉയർത്തുമെങ്കിലും കുറച്ചുകൂടെ സമ്മർദ്ദം വരുമ്പോൾ അവരങ്ങ് സമ്മതിക്കും. കാരണം ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ ഈ സൗഹൃദങ്ങൾ എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ആശങ്കയാണ് അവിടെ. രണ്ടാമതൊരു വിഭാഗം കുട്ടികളുണ്ട്, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ്. വളരെ നിർബന്ധ ബുദ്ധികളാണ്. അവരാര് പറയുന്നതും കേൾക്കില്ല, വഴക്കിട്ട് സൗഹൃദങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. ഇത് രണ്ടായാലും പ്രശ്നമാണ്. ആദ്യത്തെ രീതിയിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ദുശീലങ്ങൾക്കും വേഗം വഴങ്ങും. രണ്ടാമത്തെ രീതിയിൽ പോയാൽ ദുശീലങ്ങൾക്ക് വഴങ്ങില്ല, പക്ഷേ സൗഹൃദങ്ങൾ നഷ്ടപ്പെടും. അപ്പം രണ്ടിൻ്റെയും ഇടയിലുള്ളൊരു പാതയാണ്. സൗഹൃദങ്ങൾ നിലനിർത്തണം, അതേസമയം തന്നെ നമ്മുടെ സുഹൃത്തിൻ്റെ ദുശീലങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. തനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം സുഹൃത്തിൻ്റെ മുഖത്ത് നോക്കി എനിക്കിത് സാധ്യമല്ല, എന്നെ ഇതിന് നിർബന്ധിക്കേണ്ട എന്ന് പറയാനുള്ള സ്വഭാവ ദൃഢത അഥവാ അസർട്ടീവ്നെസ് കുട്ടികൾക്കുണ്ടാകണം. ഇത് നമുക്ക് പരിശീലിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു റോൾ പ്ലേ മാതൃകയിൽ നമുക്ക് കുട്ടികളെ കൊണ്ട് ഇത് പരിശീലിപ്പിക്കാം. ഇത്തരം ഒരു സാഹചര്യം ഇട്ടുകൊടുത്ത് ഒരു 3-4 ഗ്രൂപ്പായിട്ട് അവർ തിരിഞ്ഞ് ഓരോ സ്വഭാവ വൈശിഷ്ട്യങ്ങളുമുള്ള കുട്ടികൾ ഇത്തരം സമപ്രായക്കാരുടെ സമ്മർദ്ദത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു റോൾ പ്ലേ വഴി. ഇപ്പോൾ റോൾ പ്ലേ മാത്രമല്ല, സംവാദങ്ങൾ, ഡിബേറ്റുകൾ, ക്വസ്റ്റ്യൻ ബോക്സ് എന്ന് പറഞ്ഞൊരു രീതിയുണ്ട്. കുട്ടികൾക്ക് തോന്നുന്ന ചില സംശയങ്ങൾ ഒരു ചോദ്യപ്പെട്ടിയിൽ നിക്ഷേപിച്ച് അത് ഒരു പൊതുചർച്ചയ്ക്ക് വിധേയമാക്കുക. ഉദാഹരണത്തിന് ലൈംഗികതയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരസ്യമായ ഒരു സദസ്സിൽ ഉന്നയിക്കാൻ കൗമാരപ്രായക്കാർ മടിക്കും. ഒരു ചോദ്യപ്പെട്ടിയിൽ അത് നിക്ഷേപിച്ചാൽ, പേരെഴുതാതെ നിക്ഷേപിച്ചാൽ ഇതൊരു പൊതുവായ ഒരു സംശയമായിട്ട് അത് ചർച്ചയ്ക്ക് വിധേയമാക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള പാർട്ടിസിപ്പേറ്ററി പ്രോസസ്സുകൾ, പങ്കാളിത്ത പ്രക്രിയകൾ വഴിയാണ് ജീവിത നിപുണത പരിശീലിപ്പിക്കേണ്ടത്. ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ പങ്കാളിത്ത പരിശീലന പദ്ധതിയിലൂടെ തന്നെ കുട്ടികൾ ചില നിപുണതകൾ ആർജിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു റോൾ പ്ലേ ചെയ്യുക എന്ന് പറയുമ്പോൾ 4-5 പേര് ചേർന്ന് ചർച്ച ചെയ്ത് സംഭാഷണങ്ങൾ തീരുമാനിച്ച് ഓരോരുത്തർ എന്തൊക്കെ ജോലിയാണ്, ഏത് റോളാണ് അവതരിപ്പിക്കേണ്ടതെന്ന് തീരുമാനിച്ച് അത് തന്നെ ഒരു സാമൂഹ്യവൽക്കരണ പ്രക്രിയയാണ്. അതിലൂടെ ഓരോരുത്തരുടെയും ആശയവിനിമയ ശേഷി മെച്ചപ്പെടുന്നുണ്ട്, മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടാനുള്ളവരുടെ കഴിവ് വർദ്ധിക്കുന്നുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ വരും, അതെങ്ങനെ പരിഹരിക്കണം എന്നുള്ളൊരു സംഗതി വരുന്നുണ്ട്. പല ജീവിത നിപുണതകളും ഈ ഒരു പ്രക്രിയയിലൂടെ തന്നെ അവർ സ്വാംശീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പദ്ധതിയാണ്. അപ്പോൾ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം നമ്മൾ കാലാകാലം നടപ്പിലാക്കിയിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാം, ധാർമ്മിക ശാസ്ത്രം, മോറൽ സയൻസ് എന്ന പേരിൽ കാലങ്ങളായിട്ടത് നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ അതൊരു ഉപദേശ രൂപത്തിലേക്ക് മാറുമ്പോൾ കുട്ടികളുടെ ഇടയിൽ അതിന് സ്വീകാര്യത കുറയും. അപ്പോൾ ഈ മൂല്യങ്ങൾ തന്നെ മറ്റൊരു രൂപത്തിൽ, നൈപുണ്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിൻ്റെ രൂപത്തിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അത് കുട്ടികൾ കൂടുതൽ അംഗീകരിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ചെയ്യുന്ന ഒരു സംഗതി, ഇപ്പോൾ ഈ റോൾ പ്ലേ ഒക്കെ ചെയ്തിട്ട് അവർ ചർച്ച ചെയ്യുകയാണ്, ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്. ആ ചർച്ചയിലൂടെ അവർ തന്നെ കണ്ടെത്തി അവർ തന്നെ തീരുമാനിക്കുന്ന വിഷയങ്ങൾ അവർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധ്യത കൂടുന്നു. ഇതാണ് ഈ ജീവിത നിപുണതാ പരിശീലനത്തിൻ്റെ ഒരു പരിശീലന രീതി എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് കൂടുതൽ കുട്ടികൾ അത് ഏറ്റെടുത്ത് അവർ തന്നെ കണ്ടെത്തിയ ഒരു കാര്യമായിട്ട് അവർ മനസ്സിലാക്കുമ്പോൾ അത് ജീവിതത്തിൽ പകർത്താനുള്ള സാധ്യത കൂടുകയാണ്. ആരോഗ്യ ഭാരതത്തിൽ ഇനിയൊരു ഇടവേള. സർ, ഞാൻ കൃഷ്ണ സാറിനോട് ചോദിക്കുകയാണ്, നമ്മൾ ജീവിത നിപുണത പരിശീലനത്തെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. ഇന്ന് സമകാലീന സമൂഹത്തിൽ കുട്ടി വളരെയധികം മാനസിക സമ്മർദ്ദം പലപ്പോഴും അനുഭവിക്കുന്നു. ഒരുപക്ഷെ പഠനഭാരം അല്ലെങ്കിൽ രക്ഷിതാക്കൾ അടിച്ചേൽപ്പിക്കുന്ന സ്വപ്നങ്ങളുടെ ഒരു സമ്മർദ്ദം, ഇതെല്ലാം തന്നെ കുട്ടിയെ ഭയങ്കരമായൊരു മാനസിക സമ്മർദ്ദത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഈ മാനസിക സമ്മർദ്ദങ്ങൾ ഒരു പരിധിവരെയെങ്കിലും ലഘൂകരിക്കുവാൻ, കുറയ്ക്കുവാൻ ഈ ജീവിത നിപുണത വിദ്യാഭ്യാസം പരിശീലിപ്പിക്കുന്നത് കൊണ്ട് സാധിക്കുമോ? തീർച്ചയായും. ഒരു പരിധിവരെ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് വളരെയധികം, ഏകദേശം 100% തന്നെ പ്രയോജനം കിട്ടുന്ന രീതിയിൽ ജീവിത നിപുണതാ പരിശീലനങ്ങൾ കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മാനസിക സമ്മർദ്ദമെന്ന് നമ്മൾ പറയുന്നത് ഒന്നുകിൽ വിഷാദം അല്ലെങ്കിൽ ലഘുവായ ആകാംക്ഷ. ഒരു സൈക്യാട്രിസ്റ്റിന് ഡയഗ്നോസ് ചെയ്യേണ്ടി വരുന്ന തീവ്രത ഇല്ലാത്ത വിഷാദ രോഗം അല്ലെങ്കിൽ ആകാംക്ഷ, ഇതിനെയാണ് നമ്മൾ മാനസിക സമ്മർദ്ദമെന്ന് പറയുന്നത്. മുതിർന്ന ആൾക്കാരിൽ രോഗാവസ്ഥയുള്ളവരിലും അല്ലാത്തവരിലും 60-70% പേരെങ്കിലും മാനസിക സമ്മർദ്ദത്തിന് വിധേയരാകുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. കുട്ടികളിൽ ഈ അളവെന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. പലപ്പോഴും പഠിത്തം, വ്യക്തിബന്ധങ്ങൾ, പുറത്തുനിന്നുള്ള ദുശീലങ്ങൾ, ഇങ്ങനെ ഒരുപാട് സമ്മർദ്ദങ്ങൾ അവരുടെ പുറത്തോട്ട് വരുന്നുണ്ട്. ഈ 10 ജീവിത നിപുണതകൾ കൂടാതെ
ലോകത്ത് മനുഷ്യൻ ആദ്യമായി കണ്ടുപിടിച്ച ജീവിത നിപുണത എന്ന് പറയുന്നത് ശ്രദ്ധയാണ്. ശ്രദ്ധ, ഏകാഗ്രത. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ജീവിത നിപുണതകൾ വർദ്ധിപ്പിക്കുവാനും അവരുടെ ജീവിതശീലവും ജീവിത ശൈലിയും കുറച്ചുകൂടി നന്നായിട്ട് വളർത്തിയെടുക്കുവാനും സാധിക്കും. അതുകൊണ്ടാണ് മൈൻഡ്ഫുൾനെസ് അഥവാ ശ്രദ്ധാപൂർണത എന്ന് പറയുന്ന ഒരു മെഡിറ്റേഷൻ ബേസ് ടിബറ്റൻ ധ്യാനമാർഗത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിത നിപുണത പരിശീലനം, മൈൻഡ്ഫുൾനെസ് ഇൻ്റഗ്രേറ്റഡ് ലൈഫ് സ്കിൽസ് ട്രെയിനിങ് ഞങ്ങൾ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ കൊടുക്കുന്നതിനെപ്പറ്റി ആലോചിച്ചതും കഴിഞ്ഞ 2-3 വർഷങ്ങളായി കുട്ടികൾക്കും മുതിർന്നവർക്കും അതിൽ പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നതും. ജീവിത നിപുണത, മൈൻഡ്ഫുൾനെസ് അധിഷ്ഠിതമായിട്ടുള്ളത് കുറച്ചുകൂടി നല്ല രീതിയിൽ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് കൃത്യമായി നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിൽ കൂടി കുട്ടികളുടെയും മുതിർന്നവരുടെയും തലച്ചോറിൻ്റെ കോശങ്ങളുടെ എണ്ണത്തിൽ പോലും ഗണ്യമായ വർധനവുണ്ടാക്കാൻ സാധിക്കുമെന്നാണ്. ഫാദർ, ഞാൻ ഫാദറിനോട് ചോദിക്കുകയാണ്, നമ്മളിപ്പോൾ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചർച്ചയിൽ പരാമർശിക്കുകയുണ്ടായി. ഈ സാങ്കേതികപരമായ വിദ്യാഭ്യാസം ഒരുപാട് മുന്നേറിയപ്പോൾ നമ്മുടെ സ്നേഹം, സഹാനുഭൂതി, സഹിഷ്ണുത, ദയ തുടങ്ങിയ മൂല്യങ്ങൾ നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു. ഒരുപക്ഷെ സമൂഹത്തിലെ ഈ കുറ്റവാസനകളെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം കൊണ്ട് തടയുവാൻ സാധിക്കും? മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ കുറേ ഉപദേശരൂപേണയുള്ള ശിക്ഷണമെന്നതിനേക്കാളുപരിയായിട്ട് കുട്ടികളിൽ തന്നെ സ്വകീയമായ മൂല്യങ്ങൾ ഒരുപാടുണ്ട്. ഒത്തിരി നല്ല ഗുണങ്ങൾ കുട്ടികളിൽ തന്നെയുണ്ട്. ആ ഗുണങ്ങളെ തിരിച്ചറിയാൻ അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളതുപോലെ കുട്ടികളിലെ അധ്യാപകനെ ഉത്തേജിപ്പിച്ച് അവനെ കൊണ്ട് തന്നെ പരിശീലനത്തിന് അവസരമൊരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുട്ടികളിൽ അന്തർലീനമായിരിക്കുന്ന സദ്ഗുണങ്ങളുടെ ശേഖരത്തെ അതിൻ്റെ തക്ക സമയത്ത് പരിശീലിപ്പിച്ചെടുക്കുകയാണെങ്കിൽ സമൂഹത്തിലെ ചോദ്യചിഹ്നങ്ങളായി നിലകൊള്ളുന്ന കൗമാരപ്രായക്കാരുടെ എണ്ണം ഒരുപാട് നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ചിന്തകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഭാരതത്തിൻ്റെ അതിവിശിഷ്ടമായ പൈതൃകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ധർമ്മം എന്ന് പറയുന്ന വലിയ സത്യത്തെക്കുറിച്ച്. ഈ ധർമ്മത്തിൻ്റെ ചില വ്യത്യസ്ത രൂപഭാവങ്ങളാണ് ഈ സദ്ഗുണങ്ങളെല്ലാം തന്നെ. അപ്പം നമുക്ക് നമ്മുടെ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ളൊരു വളരെ വിശിഷ്ടമായ ഒരു പൈതൃകം നമുക്കുണ്ടെങ്കിൽ ആ വലിയ പാരമ്പര്യത്തിലേക്ക്, വലിയ പൈതൃകത്തിലേക്ക് വാതിൽ തുറന്നു കൊടുക്കുക മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. നമ്മുടെ കുട്ടികൾ അവിടെ നിന്നും നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനുള്ള അവസരങ്ങൾ നമ്മൾ സൃഷ്ടിക്കുകയാണ് വേണ്ടത്. സോക്രട്ടീസ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആരെയും പഠിപ്പിക്കുന്നില്ല, ഞാൻ എല്ലാവരെയും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന്. നമ്മുടെ കുട്ടികളോടുള്ള നമ്മുടെ സമീപനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പഠന പ്രക്രിയയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നെനിക്ക് തോന്നുന്നു. അതിനായിട്ട് വാക്കുകളിലൂടെയോ മറ്റ് പ്രഘോഷണങ്ങളിലൂടെയുള്ള മൂല്യസംവേദനത്തെക്കാൾ ഉപരിയായിട്ട് സന്മാതൃകകളിലൂടെ കുട്ടികളെ അഭ്യസിപ്പിക്കുകയാണ് വേണ്ടത് എന്നെനിക്ക് തോന്നുന്നു. ഇത്തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കലാലയങ്ങളിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾക്കും അതുപോലെയുള്ള മറ്റ് സാമൂഹിക ക്ഷേമപരമായ പ്രവർത്തനങ്ങൾക്കും കുട്ടികളിലേക്ക് ഇതുപോലെയുള്ള നല്ല മൂല്യങ്ങൾ സംവേദനം ചെയ്യുന്നതിന് വളരെ വലിയ പങ്ക് വഹിക്കാനായിട്ട് സാധിക്കും എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കുട്ടികളിലുള്ള സംഘടനാപരമായ കഴിവുകളെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടുക എന്നുള്ളത്. ഇതിനുവേണ്ടി സഹായിക്കുന്ന ഘടകങ്ങളാണ് സോഷ്യൽ ക്ലബ്ബുകൾ സ്കൂളുകളിൽ നടക്കുന്നത്. അതുപോലെ തന്നെ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് വഴിയായിട്ട് കുട്ടികളുടെ സ്വഭാവ രൂപവൽക്കരണത്തിന് നടത്തുന്ന പ്രവർത്തനങ്ങൾ, NCC, സ്കൗട്ട് തുടങ്ങിയ നാഷണൽ സർവീസ് സ്കീം തുടങ്ങിയ പ്രവർത്തന മേഖലകൾ, ഇതിലൂടെയൊക്കെ കുട്ടികളിലെ സർഗവാസനകളെ
അതിൻ്റെ ശരിയായ രീതിയിൽ തിരിച്ചു വിടുമ്പോൾ സമൂഹത്തിന് ഒരു വലിയ മുതൽക്കൂട്ടായിട്ട് നമ്മുടെ കുട്ടികൾ മാറും എന്നെനിക്ക് തോന്നുന്നു. ഇതിനു വേണ്ടി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമൂഹം ഒന്നാകെ ഇതിനു വേണ്ടി പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഏതാനും ചില വ്യക്തികളോ സംഘടനകളോ മാത്രം പ്രവർത്തിച്ചാൽ പോരാ. നമ്മുടെ നല്ലൊരു ഭാവിയിലേക്ക് നമ്മുടെ നാളത്തെ തലമുറയെ വാർത്തെടുക്കണമെന്നുള്ള ഉത്തരവാദിത്വ ബോധം നമ്മുടെ രാജ്യത്തിലെ ഓരോ പൗരൻ്റെയും ജന്മ ഉത്തരവാദിത്വമായിട്ട് മാറണം. ഓരോ പൗരനും നാളത്തെ തലമുറയെ വാർത്തെടുക്കുവാനായിട്ട് ഉത്തരവാദിത്വമുള്ളവരാണ് എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരണം. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കുഞ്ഞുങ്ങളും എന്നുള്ള ആ ഒരു ചുറ്റുപാടുകളിലെ ചിത്രങ്ങൾ മാത്രം കണക്കാക്കാതെ ഈ രാഷ്ട്രത്തിൻ്റെ വരും തലമുറയെ വാർത്തെടുക്കുവാനായിട്ട് എൻ്റെ വിശാലമായ സമൂഹത്തിന് വേണ്ടി സംഭാവന ചെയ്യുവാൻ എനിക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് എന്ന തോന്നൽ ഓരോ പൗരനും ഉണ്ടായിക്കഴിയുമ്പോൾ നമ്മുടെ നാളത്തെ സമൂഹം ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു സമൂഹമായി തീരും. ഇത്തരത്തിലുള്ള ഒരു സാമൂഹികമായ കാഴ്ചപ്പാട് ഓരോ വ്യക്തിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ഇത്തരമുള്ള ജീവിത നിപുണതകൾ വളർത്തിയെടുക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. സർ, നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ആരോഗ്യ ഭാരതത്തിൽ ഇന്ന് നാം സംസാരിച്ചത് ജീവിത നിപുണതാ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രസക്തിയെക്കുറിച്ചുമാണ്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുത്ത അതിഥികൾ ഡോക്ടർ എസ് കൃഷ്ണൻ, അസോസിയേറ്റ് പ്രൊഫസർ സൈക്യാട്രി മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം, ഡോക്ടർ അരുൺ ബി നായർ, അസിസ്റ്റന്റ് പ്രൊഫസർ സൈക്യാട്രി മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം, ഫാദർ ഡോക്ടർ തോമസ് കുടിനാപ്പുറത്ത്, ജുഡീഷ്യൽ വികാർ, തിരുവനന്തപുരം. എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. ആരോഗ്യ ഭാരതം പൂർണ്ണമാകുന്നു. നാളെ വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി, മറ്റൊരു ഗസ്റ്റുമായി. നമസ്കാരം.